ഗൈസ്, അപ്പോൾ ആപ്പിൾ ഇവന്റ് ഒക്കെ കഴിഞ്ഞു എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന iPhone 16 ലോഞ്ച് ചെയ്തു. എന്താണ് ഇതിൽ ഉള്ളത്? എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. കാഴ്ചയിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ആൻ iPhone 15 വിത്ത് ആൻ എക്സ്ട്രാ ക്യാമറ ബട്ടൺ അല്ലേ? നമുക്ക് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാനും സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനും മറ്റു ചില ക്യാമറ സെറ്റിംഗ്സിനായിട്ടൊരു ക്യാമറ ബട്ടൺ മാത്രം. പിന്നെ ഫോണിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ബിഗ് ചേഞ്ച് എന്ന് പറയുന്നത് A18 പ്രോയും A18 പ്രോസറും. ഓക്കെ, ഓഫ് കോഴ്സ് അതൊരു വലിയ ചേഞ്ച് തന്നെയാണ്. പക്ഷേ അടുത്ത പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആപ്പിൾ എടുത്ത് പറയുന്ന ഹൈലൈറ്റ് ചെയ്യുന്ന ആപ്പിൾ ഇന്റലിജൻസ്. ഒന്നുമില്ല, ആപ്പിളിന്റെ ഒരു AI വേർഷൻ. ChatGPT, സിറിയും മറ്റു ചില റൈറ്റിംഗ് ടൂൾസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. മെജോറിറ്റി AI ടൂൾസും ഇതുവരെ റെഡി ആയിട്ടില്ല. ആദ്യം ഇത് US ലാംഗ്വേജിൽ റിലീസ് ചെയ്തിട്ട് ലേറ്റർ നെക്സ്റ്റ് ഇയറിലോ അത് കഴിഞ്ഞിട്ടോ ഒക്കെ മറ്റുള്ളവർക്ക് കിട്ടി തുടങ്ങുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ കാച്ചിക്കുറിക്ക് പറയുവാണെങ്കിൽ പകുതി മാത്രം ബിൽഡ് ചെയ്ത ഒരു ഐഫോണിനെയാണ് ശരിക്കും ആപ്പിൾ ഇപ്പോൾ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത്. ആ പകുതി മാത്രം ഉണ്ടാക്കിയ ഫോണാണ് സ്റ്റാർട്ടിങ് നമുക്ക് 80,000 രൂപയും അതിന്റെ ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്ക് ഏകദേശം 1,84,000 രൂപ മറ്റോ വരുന്നുണ്ട്. ജസ്റ്റ് ആൻ iPhone 15 വിത്ത് ആൻ എക്സ്ട്രാ ക്യാമറ ബട്ടൺ. സോ എന്തായിരിക്കും ആപ്പിൾ ഇങ്ങനെ ഒരു ഐഫോൺ മാർക്കറ്റിൽ ഇറക്കിയത്? കാര്യമുണ്ട്. 2024 ജനുവരി മുതൽ മാർച്ച് വരെ ആപ്പിളിന്റെ സെയിൽ ഏകദേശം 10% കുറഞ്ഞിരിക്കുന്നത്. മാർക്കറ്റ് മൊത്തം സാംസങ്ങും മറ്റു ഫോണുകളും അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. സോ ആപ്പിൾ ഇന്റലിജൻസിന്റെ പേര് പറഞ്ഞിട്ട് ഒരു പർട്ടിക്കൽ ഫോൺ ഇറക്കാതെ ഐഫോണിന് വേറെ ഒരു നിവൃത്തിയില്ലാണ്ടായി പോയി. വാട്ട് ഈസ് ദിസ് ആപ്പിൾ? ആർ യു ഗൈസ് റണ്ണിംഗ് ഔട്ട് ഓഫ് ഐഡിയാസ്? ക്യാമറയിൽ ചെറിയ ചില മാറ്റങ്ങൾ, ബോഡിയിൽ കുറച്ച് മാറ്റങ്ങൾ, വർക്ക് ചെയ്യാത്തൊരു AI ഫീച്ചർ. അതിൽ തന്നെ AI ഫീച്ചേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ഫോണുകൾ പോലും ഒരുപാട് ദൂരം താണ്ടി നിൽക്കുകയാണ്. സാംസങ് ഒക്കെ ആണെങ്കിൽ ട്രോളിൽ തള്ളുന്നത്. ഇതിന്റെ ഇടയിൽ കൂടെ ഹുവാവൈ ആണെന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പിൾ ഫോൾഡ് ഫോൺ ഇറക്കിയിട്ടുണ്ട്. അതിന് ഓൾറെഡി 3 മില്യൺ പ്ലസ് ബുക്കിംഗ്സും ആയിട്ടുള്ളതാണ് ഹുവാവൈ പറയുന്നത്. സോ എന്തിന് ഇനിയും ആൾക്കാർ ആപ്പിളിന്റെ ഫോൺ എടുക്കണം? ഒരു കാലത്ത് ട്രെൻഡിലും ഫീച്ചേഴ്സിലും പെർഫോമൻസിലും ഒക്കെ ടോപ്പിൽ നിന്നിരുന്ന ഐഫോണിന്റെ അവസ്ഥ ഇപ്പൊ അങ്ങനല്ല. എക്സ്ക്ലൂസീവായിട്ട് ഒരു കാര്യങ്ങളും ഇപ്പൊ ഐഫോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാലത്ത് സ്മാർട്ട് ഫോൺ വരുന്നതിന് മുന്നേ മൊബൈൽ ഫോണുകൾ അടക്കി വാങ്ങിക്കൊണ്ടിരുന്ന നോക്കിക്കും ബ്ലാക്ക്ബെറിക്കും എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്കറിയാം. ആ ഒരു അവസ്ഥ ഐഫോൺ വരാതിരിക്കട്ടെ. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ്സ് ആയിട്ട് ഷെയർ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ബൈ.